റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. വൈദ്യുതി വകുപ്പിന് കീഴിലെ ഹൈഡൽ ടൂറിസം പദ്ധതിയിൽ വൻ അട്ടിമറി. 6 ഡാമുകളിലെ വാട്ടർ സ്പോർട്സ് നടത്തിപ്പിന്റെ ടെൻഡറുകൾ കിട്ടിയത് വകുപ്പ് മന്ത്രിയുടെ പാർട്ടി നേതാക്കൾക്ക്. മാനദണ്ഡം ലംഘിച്ച് ജെഡിഎസ് നേതാക്കൾക്ക് ടെൻഡർ നൽകിയതിന്റെ തെളിവുകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. തെറ്റ് ചെയ്തവർ ആരായാലും നടപടിയെടുക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊരു വഴക്കിനെ വയ്യാവലിക്കണം ഒന്നും പറയുന്നതല്ല. നിങ്ങളുടെ വീതം ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക, എൻ്റെ വീതം ഉണ്ടെങ്കിൽ എനിക്ക് തരിക. സെക്യൂരിറ്റി പൈസ 10 ലക്ഷം രൂപയുണ്ട്, അതിനകത്ത് 5 ലക്ഷം രൂപ നിങ്ങൾക്ക് അവകാശപ്പെട്ടാണെങ്കിൽ എത്ര ഷെയറാണെന്ന് പറഞ്ഞാൽ വിന്നി മൂഞ്ഞലിക്കും ഒക്കെ അന്ന് ഷെയറുണ്ട്. അപ്പോൾ ആ പൈസ എല്ലാം കണക്ക് പറഞ്ഞാൽ ഇത്ര രൂപ നിങ്ങൾക്കുണ്ട്, ഓക്കെ, അത് ഞാൻ അവിടെ ഹാൻഡിൽ എഴുതി കൊടുക്കും, ആ പൈസ നിങ്ങൾ മേടിക്കുക, എൻ്റെ പൈസ എനിക്കും തരിക. ഇതാണ് CH അഷ്റഫ്, ന്യൂ പെരിയാർ വാട്ടർ സ്പോർട്സ് കമ്പനിയുടെ MD. മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയായ JDSന്റെ സംസ്ഥാന നേതാവ്. മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തി 2022 സംസ്ഥാനത്തെ 6 ഡാമുകളിലെ വാട്ടർ സ്പോർട്സ് ടെൻഡർ എടുത്ത കമ്പനിയായ പെരിയാർ വാട്ടർ സ്പോർട്സിന്റെ ഉടമ. ഈ കമ്പനിയിലുള്ളവർ തെറ്റിപ്പിരിഞ്ഞപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന അഷ്റഫിന്റെ ശബ്ദ സംഭാഷണമാണ് കേട്ടത്. പാർട്ടി നേതാക്കളായ ബെന്നി മൂഞ്ഞാലിയും സാബു ജോർജും ഈ കമ്പനിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ട്. ഇരുവർക്കും കമ്പനിയിൽ ഷെയറുണ്ടെന്ന് അഷ്റഫ് പറയുന്നു. 2024 ഒരു രജിസ്ട്രേഷനുമില്ലാത്ത CH അഷ്റഫിന്റെ ഉടമസ്ഥതയിലുള്ള ന്യൂ വാട്ടർ സ്പോർട്സിനാണ് ടെൻഡർ കിട്ടിയത്. ടെൻഡറുകളെല്ലാം വലിയ അഴിമതിയുടെ ഭാഗമാണെന്നാണ് ടെൻഡറിൽ ഒന്നാമതെത്തിയിട്ടും ടെൻഡർ കിട്ടാതിരുന്ന കമ്പനിയുടെ പ്രതിനിധി പറയുന്നത്. ഹൈഡൽ ടൂറിസം പദ്ധതി നടന്ന ഈ ടെൻഡർ ഉൾപ്പെടെയുള്ള വമ്പിച്ച അഴിമതിയാണ് നടക്കുന്നത്. അത് ഈ നരേന്ദ്രനാഥ് വെല്ലൂരി IFS ഡയറക്ടറായ ശേഷമാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇത് കംപ്ലീറ്റ് നിയമവിരുദ്ധമായി ചെയ്യുകയും ഫിനാൻസ് ബിഡും ടെക്നിക്കൽ ബിഡിനും ക്വാളിഫിക്കേഷൻ നേടിയ ശേഷം ഒരു ഇന്റർവ്യൂ വഴി അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരാൾക്ക് വേണ്ടി ടെൻഡർ മറിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ ഞങ്ങൾ വിളിച്ചു. സമഗ്രമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നായിരുന്നു മറുപടി. അറിവുള്ളതല്ല, അതിലെന്ത് കുറ്റം ചെയ്താലും ഒരാളെയും സംരക്ഷിക്കണമില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളെയും രക്ഷപ്പെടുത്തേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല. ആര് കുറ്റം ചെയ്താലും പിടിക്കണം. അത് അന്വേഷിക്കാൻ വേണ്ടി ശക്തമായ വിജിലൻസിനും കൊടുത്തിട്ടുണ്ട്, ഫൈനാൻസ് വിങ്ങിനും കൊടുത്തിട്ടുണ്ട്, പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. KCB ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് കോടികളുടെ ടെൻഡർ ക്രമക്കേട് നടന്ന അനേർട്ട് CEO നരേന്ദ്രനാഥ് വെല്ലൂരി ഹൈഡൽ ടൂറിസത്തിന്റെ ഡയറക്ടറായെന്ന രേഖകളും റിപ്പോർട്ടറിന് കിട്ടി. ചുരുക്കത്തിൽ 2 തവണത്തെയും ടെൻഡർ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ കൊടുത്തത് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയായ JDSന്റെ നേതാക്കൾക്കാണ് എന്ന് വ്യക്തം. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.